ഇന്ന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തിൻ്റെ അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് ട്രെയിനിങ് മെത്തേഡ്സ് എന്നുള്ളതാണ്. ട്രെയിനിങ്ങിൻ്റെ വിവിധ രീതികൾ, വിവിധ ട്രെയിനിങ് രീതികൾ അതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ക്ലാസ്സുകളിൽ ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞതാണ്. ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നതിനുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ട്രെയിനിങ് ആയിട്ട് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ട്രെയിനിങ്ങിൻ്റെ വിവിധ മെത്തേഡ്സ്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ട്രെയിനിങ് നൽകുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. അതിൽ ട്രെയിനിങ്ങിൻ്റെ വിവിധ രീതികൾ പറയുമ്പോൾ രണ്ട് രീതികളിലാണ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് ഉള്ളത്. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻടു ടു കാറ്റഗറീസ്, ടു ഗ്രൂപ്പ്സ്, രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിക്കാറ്. ഒന്നാമതായിട്ട് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്, സെക്കൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലിയുടെ കൂടെയുള്ള ട്രെയിനിങ്, ജോലിയോടൊപ്പമുള്ള ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗമല്ലാതെ, ജോലിയിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലിക്കൊപ്പം തന്നെ ട്രെയിനിങ്ങും. ഇതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് റെഫേഴ്സ് ടു ദ മെത്തേഡ്സ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദ വർക്ക് പ്ലേസ് വൈൽ ദ എംപ്ലോയി ഈസ് ആക്ച്വലി വർക്കിംഗ്. എംപ്ലോയി ആക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ട്രെയിനിങ് നൽകുന്നതിനാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലേണിംഗ് വൈൽ ഡൂയിങ്, അതായത് ചെയ്ത് പഠിക്കുക, ചെയ്യുമ്പോൾ തന്നെ പഠിക്കുക, അതാണ് ലേണിംഗ് വൈൽ ഡൂയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന വിവിധ മെത്തേഡ്സ് ഏതെല്ലാമെന്ന് നോക്കാം. ഒന്ന്, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം പുട്ട് ദ ട്രെയിനീസ് അണ്ടർ ഗൈഡൻസ് ഓഫ് എ മാസ്റ്റർ വർക്കർ. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മാസ്റ്റർ വർക്കർ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു, അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വർക്കറുടെ കീഴിലേക്ക് ഈ ട്രെയിനീസിനെ നിയമിക്കുന്നു. ദീസ് ആർ ഡിസൈൻ ടു അക്വയർ ദ ഹയർ ലെവൽ ഓഫ് സ്കിൽ. പ്രത്യേക മേഖലയിൽ നല്ല സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേക വൈദഗ്ധ്യം വേണ്ടുന്ന ജോലികളിലേക്കൊക്കെയാണ് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇവർ അവരുടെ വർക്ക്, അവരുടെ ട്രെയിനിങ്ങിൻ്റെ സമയം ഈ വർക്കിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആക്ച്വലായിട്ടുള്ള വർക്കിംഗ് എൻവറോൺമെൻറ്റിൽ, യഥാർത്ഥ തൊഴിൽ സാഹചര്യത്തിൽ തന്നെ അവരത് വിവിധമായിട്ടുള്ള ഈ പ്രോഗ്രാം, ഉദാഹരണം മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ആ മെഷീനറിയുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേറ്റഡ് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ മെഷീനറിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഗൈഡൻസിൽ അവർ ട്രെയിനീസായിട്ട് ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പഠിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് കണ്ടീഷനൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ് ഉപയോഗിക്കുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസോ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജീസൊക്കെ വരുമ്പോഴാണ്. ഇത് വേറൊരു ക്ലാസ്സിൽ പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ നേരിട്ട് പരിചയപ്പെടേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്നുള്ള പരിപാടികൾ ഉപയോഗപ്പെടുത്തുക. അടുത്ത് കോച്ചിങ് കൊടുക്കുക. ഇൻ ദിസ് മെത്തേഡ് ദ സുപ്പീരിയർ ഗൈഡ്സ് ആൻഡ് ഇൻസ്ട്രക്ട്സ് ദ ട്രെയിനിങ് ആസ് എ കോച്ച്. ഇവിടെ കോച്ചിങ് നൽകുകയാണ് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ. അവരുടെ ഇപ്പോൾ ഉദാഹരണം നമുക്ക് പരിചയമുള്ള കാര്യം, ഇപ്പോൾ സ്പോർട്സിൽ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഫുട്ബോൾ, അവിടെ കോച്ച് അവർ യഥാർത്ഥത്തിൽ കളിക്കുക, അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് തന്നെ അതിലുള്ള പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കോച്ച് അവർ ട്രെയിനിങ് നൽകുന്നത്. അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആശയം അത് തന്നെയാണ്. ഇവിടെ അവർ ജോലി ചെയ്യുമ്പോൾ ആ കോച്ച് അവർക്ക് വേണ്ടുന്ന അവരുടെ പാകപ്പിഴകളെല്ലാം പരിഹരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അങ്ങനെ ആ സീനിയർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ ആ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ട്രെയിനി വർക്ക്സ് ഡയറക്ട്ലി വിത്ത് ദ സീനിയർ ആൻഡ് സീനിയർ ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനീസ് കോച്ചിങ്. ഇവരൊരു സീനിയറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. ആ സീനിയറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഇവരുടെ കോച്ചിങ് നടക്കുന്നത്. ആ സീനിയറാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇവരുടെ എഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ആ മാസ്റ്റർ
ട്രെയിനർ അല്ലെങ്കിൽ കോച്ചാണ് എന്നർത്ഥം. ഇതാണ് കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇത് ഇറ്റ്സ് എ ജോയിൻറ്റ് പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് ഫേംസ് കോഓപ്പറേറ്റ്. ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട് ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു തരം ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ആളുകൾക്ക് വേണ്ട ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി ചില സ്ഥാപനങ്ങളുമായിട്ട്, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകുന്ന സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ധാരണ ഉണ്ടാക്കുകയും അവരിലൂടെ ഇവർക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറൈസ് ചെയ്തു. കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി മറ്റൊരു അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലുള്ള ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ മേൽനോട്ടത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സ്ഥാപനത്തിൽ ദേ ആർ ആൾസോ വർക്ക് ഇൻ സം ഫാക്ടറി ഓർ ഓഫീസ് ടു അക്വയർ ദ പ്രാക്ടിക്കൽ നോളജ്. അവർ അവിടെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും യഥാർത്ഥ തൊഴിൽ സാഹചര്യങ്ങളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഫാക്ടറികളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകളിലോ ആയിട്ടാണ് ഈ ട്രെയിനിങ് പൂർത്തിയാക്കുന്ന. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ അവരുടെ നിയന്ത്രണത്തിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ സ്ഥാപനവും നമ്മുടെ സ്ഥാപനം തമ്മിലൊരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. അടുത്ത ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് അടുത്ത മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ. ജോലിയിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു തൊഴിലാളികളെ ജയിച്ച ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറ്റും. അവിടുന്ന് വേറൊരു ജോലിയിലേക്ക് ഇങ്ങനെ നിശ്ചയ ഇടവേളകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ this enables the trainee to gain broader understanding of all parts of the business and how the organization as a whole functions. ഇത് ബിസിനസ്സിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും ആ സ്ഥാപനം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മൊത്തത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിന് അവരെ സഹായിക്കും. ഇപ്പോൾ വ്യത്യസ്തമായ ജോലികൾ ഇങ്ങനെ അവർ മാറ്റിക്കൊണ്ടിരുന്നാൽ എല്ലാ ജോലികളെക്കുറിച്ചൊരു ധാരണ അവർക്ക് ഉണ്ടാവുകയും ഈ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതിനെക്കുറിച്ചൊരു മൊത്തത്തിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിന് അവരെ സഹായിക്കും. അതാണ് ഈ ജോബ് റൊട്ടേഷൻ കൊണ്ടുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് റൊട്ടേഷൻ അതാണ്. ഇത്തരം പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഈ ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓഫ് ദി ജോബ് എന്ന് പറയുമ്പോൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് അവേ ഫ്രം ദ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് നിന്ന് വിട്ടു നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് സ്വതന്ത്രമായി നൽകുന്ന ട്രെയിനിങ്ങുകളെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ യഥാർത്ഥ തൊഴിൽ സാഹചര്യമല്ല അവിടെ ഉള്ളത്. യഥാർത്ഥ തൊഴിൽ സാഹചര്യമല്ലാത്തൊരു സ്ഥലത്ത് നിന്നും നൽകുന്ന ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ട്രെയിനിങ് ഈ ജോലിയുടെ ഭാഗമല്ലാതെ നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇറ്റ് മീൻസ് ട്രെയിനിങ് ഈസ് ഡൺ ബിഫോർ ഡൂയിങ് ആക്ച്വൽ ജോബ്. ഇവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ യഥാർത്ഥത്തിൽ ഏത് ജോലിയാണോ ആ ട്രെയിനിങ് നൽകേണ്ടുന്ന ജോലി ഏതാണോ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഈ ട്രെയിനിങ്ങുകൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പിന്നെ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് മുന്നത്തിനെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ലേണിംഗ് ബിഫോർ ഡൂയിങ് എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡൂയിങ്ങിന് മുന്നേ തന്നെ അവർ ജോലി ചെയ്യുന്നതിന് മുന്നേ തന്നെ ലേൺ ചെയ്യുക. ആദ്യം തന്നെ ട്രെയിനിങ്ങിന് ശേഷം മാത്രം അവരെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ ഏതെല്ലാമാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒന്ന് ആയിട്ട് പറയുന്നത് ക്ലാസ് റൂം ലെക്ചേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസസ്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ട് ആ ക്ലാസ് റൂം ലെക്ചറിങ്ങിലോ അല്ലെങ്കിൽ കോൺഫറൻസുകളിലൂടെ ഈ ഏത് ജോലിയാണോ അത് ഏത് ട്രെയിനിങ് ആണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിയോ വിഷ്വൽസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി അവർക്ക് ക്ലാസ് റൂമിൻ്റെ പ്രസൻറ്റ് ചെയ്യുകയും അവരതുമായി ബന്ധപ്പെട്ട അറിവ് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സിലെ കോൺഫറൻസ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ് റൂം ലെക്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് റൂം സെറ്റ് ചെയ്തുകൊണ്ട് അത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിനാണ് നമ്മൾ ക്ലാസ് റൂം ലെക്ചേഴ്സ് അഥവാ കോൺഫറൻസസ് എന്ന മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണ്, തൊഴിൽ സാഹചര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് വരുന്നത് ഫിലിംസ്. എന്താണോ നമുക്ക് വേണ്ട ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഫിലിം ഷോ നടത്തുക. അവിടെ
കുറച്ചും കൂടി ഇഫക്റ്റീവായിരിക്കും. അന്നാണ് വ്യത്യസ്ത തൊഴിൽ സാഹചര്യങ്ങളുടെയൊക്കെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായി തന്നെ ഈ പ്രസൻറ്റേഷൻ നടത്തുന്നതിലൂടെ നമുക്ക് ഈ ഫിലിം ഷോ നടത്തുന്നതിലൂടെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകാൻ പറ്റും. ഇപ്പോൾ ചില പ്രത്യേക മേഖലകളിലൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം വരിക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ചില സ്യൂട്ടായിട്ടുള്ള ചില മേഖലകളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡുള്ള സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കുറേ ആനിമേഷൻസും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫിലിംസ് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ന്യൂക്ലിയർ അതുമായി ബന്ധപ്പെട്ട അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അടക്കമാണെങ്കിൽ ഈ ആനിമേഷനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ഫിലിംസ് തയ്യാറാക്കാം. അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകാൻ അത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കും. അപ്പോൾ ഫിലിംസ് ഷോ എന്നുള്ളതും വേറൊരു മെത്തേഡാണ്. അടുത്ത കേസ് സ്റ്റഡി. ഏതെങ്കിലും കേസുകൾ പഠിക്കാം. കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേസസ് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ എക്സ്പീരിയൻസസ് ആൻഡ് റിയൽ പ്രോബ്ലംസ് ദാറ്റ് ദ മാനേജേഴ്സ് ഹാവ് ഫേസ്ഡ്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥാപനം നേരിട്ടിട്ടുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെയാണ് നമ്മൾ ഈ കേസുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പോൾ ആ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയെല്ലാമാണ് നമ്മൾ പെരുമാറിയത്, അല്ലെങ്കിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തത് എന്നുള്ളതാണ് കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രത്യേക കേസുകൾ നമ്മൾ പിന്നീട് പഠിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി അതേപോലത്തെ സമാനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കതൊരു പാഠമാണ്. ഇങ്ങനെയല്ല നമ്മൾ എടുത്തത്, അപ്പോൾ അതിൻ്റെ ഫലം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കുന്നതിന് ഈ കേസ് സ്റ്റഡികൾ സഹായിക്കും. ഒരു കീഴ്വഴക്കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ ജീവിതത്തിൽ. അതാണ് ഈ കേസ് സ്റ്റഡി. മുൻ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഭാവിയിൽ തീരുമാനം എടുക്കുക എന്നർത്ഥം. അടുത്ത കമ്പ്യൂട്ടർ മോഡലിംഗ്. നമുക്കറിയാം ഇവിടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ദ റിയാലിറ്റീസ് ഓഫ് ജോബ് ആർ ഇമിറ്റേറ്റഡ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ യഥാർത്ഥത്തിലുള്ള തൊഴിൽ സാഹചര്യങ്ങളെ അനുകരിക്കുകയും ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ആണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ റിസ്ക്കുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയുള്ള ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മോഡൽ ചെയ്യണം. നമ്മൾ മോഡലിംഗ് തയ്യാറാക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെ ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചില സന്ദർഭങ്ങൾ കാണുമ്പോൾ മെഡിക്കൽ നമ്മൾക്ക് ചില വീഡിയോസ് കാണാറുണ്ട്. ചില ആന്തരിക അവയവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി പ്രത്യേക ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ നമുക്ക് നേരിട്ട് കയറി ഉള്ളിൽ പോയി കണ്ടെത്താൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിനുള്ളിൽ കയറി മുറിച്ച് നമുക്ക് നേരിട്ട് കാണാൻ ഒരു പക്ഷേ അതുമായി സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം സാഹചര്യങ്ങൾ അത് ആനിമേഷൻ്റെ സഹായത്തോട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മളത് അതിൻ്റെ ആവിഷ്കരിച്ച് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കമ്പ്യൂട്ടർ മോഡലിംഗ് തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥത്തിൽ ആ സിറ്റുവേഷനിൽ നമുക്ക് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കുകളും ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനും ഈ കമ്പ്യൂട്ടർ മോഡലിംഗ് നമ്മളെ സഹായിക്കും. അടുത്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞത് ഹിയർ ദ ആക്ച്വൽ വർക്ക് എൻവയോൺമെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് എംപ്ലോയീസ് ആർ യൂസ് ദ സെയിം മെറ്റീരിയൽസ്, ഫയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇവിടെ നമ്മളൊരു യഥാർത്ഥത്തിലുള്ള തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിലുള്ള മെഷീനറി അല്ലെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ വെസ്റ്റിബ്യൂൾ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഏറ്റവും നല്ല ഉദാഹരണം പറയുമ്പോൾ ഈ ഡ്രൈവിംഗ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാണാം ഈ വാഹനത്തിൻ്റെ മോഡലിംഗ് ഉണ്ടാവും. യഥാർത്ഥത്തിലുള്ള വണ്ടി തന്നെ ആയിരിക്കും, പക്ഷേ നീങ്ങാനും പറ്റില്ലെങ്കിലും അതിൻ്റെ ഗിയറിങ്ങും അതിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളെല്ലാം ഉള്ള യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ സാധനമാണ്, വണ്ടി തന്നെയാണ്. പക്ഷെ അത് അതവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ അത് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് തന്നെ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്യുകയാണ്. മിക്കവാറും ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് മിക്കവാറും സാധനങ്ങൾ കാണാറ് യഥാർത്ഥ മെഷീൻസാണ് അവിടെ ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ട് ലാബിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് പഠിക്കുക. യഥാർത്ഥമായിട്ടുള്ള സാധനങ്ങൾ തന്നെ ആ യഥാർത്ഥ മെഷീനറികൾ തന്നെയാണ് നമ്മളവിടെ ട്രെയിനിങ്ങായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അവിടെ ഒരു തൊഴിൽ സാഹചര്യം നമ്മൾ അനുകരിച്ച് സൃഷ്ടിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ്ങുകൾ നൽകുക എന്നാണ് അർത്ഥം. അടുത്ത ലാസ്റ്റ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പഠിക്കാനുള്ള മൊഡ്യൂളുകൾ നമുക്ക് മൊത്തത്തിൽ എന്താണോ പഠിക്കാനുള്ളത് ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി അത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യും. മിക്കവാറും ലോജിക്കൽ സീക്വൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട്
ആ ട്രെയിനിങ് നൽകുന്ന വ്യക്തിക്ക് ആ ഓരോ മൊഡ്യൂളുകളായിട്ട് നൽകും. ഓരോന്നും ആൻസർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. അത് കറക്റ്റ് ആണെങ്കിൽ അടുത്ത മെത്തേഡിലേക്ക് പോകും. മിക്കവാറും ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ നൽകാറുള്ളത്. ഈ ട്രെയിനിങ്ങിൻ്റെ കോഴ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രത്യേക പാഠഭാഗം ഒന്ന് വായിക്കാനുണ്ടായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ, അതിൽ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകും. അല്ലെങ്കിൽ വീണ്ടും കറക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒന്നുകൂടി വായിക്കാനുള്ള മാർഗത്തിലേക്ക് വരും. ഇങ്ങനെ സിമ്പിളായിട്ട് പാഠഭാഗത്ത് നിന്നും കോംപ്ലക്സായ ഭാഗത്തിലേക്ക് ഇങ്ങനെ പഠിച്ച് ക്രമേണ നമുക്ക് വേണ്ടുന്ന അറിവുകൾ ലഭിക്കുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇതിനാദ്യം വേണ്ടത് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ലോജിക്കലായിട്ട് സീക്വൻസ് ആക്കി അറേഞ്ച് ചെയ്ത് വെക്കണം. ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളാക്കി വെക്കണം. ഓരോ ഭാഗങ്ങളും പഠിച്ച് കഴിയുന്നതോടുകൂടി അതിൻ്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അടുത്തേക്ക് പോകുന്ന രീതിയിൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാറ്. സാധാരണഗതിയിൽ ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ വിവിധ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ജോലിയുടെ കൂടെ തന്നെ ട്രെയിനിങ് എന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലിയിൽ ചേരുന്നതിന് മുന്നേ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നേടിയെടുക്കുക, അതിനുശേഷം മാത്രം പിന്നീട് ജോലിയിലേക്ക് പോകുന്നൊരവസ്ഥ. ഇതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇത്രയാണ് ട്രെയിനിങ്ങിൻ്റെ വിവിധ മെത്തേഡ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.